മനുഷ്യരാശിക്ക് പ്രകൃതി നൽകിയ മഹത്തായ സമ്മാനങ്ങളിലൊന്നാണ് സൈലന്റ് വാലി. കാടിൻ്റെ ഇരമ്പൽ കേട്ട് പച്ചപ്പറിഞ്ഞ് മഴയിലൂടെയൊരു യാത്ര. ഇങ്ങനെയൊരു യാത്ര ആഗ്രഹിക്കാത്ത സഞ്ചാരികളുണ്ടാവില്ല. മഴക്കാടുകൾ നിറഞ്ഞ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ഏതൊരു യാത്രക്കാരനെയും മോഹിപ്പിക്കും. കാടിനെ അറിഞ്ഞുകൊണ്ട് ബഹളമില്ലാതെയുള്ള ജംഗിൾ സഫാരി സഞ്ചാരികളുടെ മനം നിറയ്ക്കുമെന്ന് തീർച്ച. സഞ്ചാരികളെ സംബന്ധിച്ച് പുറത്തുള്ള ബഹളങ്ങളിൽ നിന്നും മാറി സമാധാനത്തോടെ 4 മണിക്കൂർ കാട്ടിലൂടെയുള്ള യാത്ര, അതാണ് സൈലന്റ് വാലി. മുൻകൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ട് രാവിലെ 8 മണിക്ക് തന്നെ എത്താൻ പറഞ്ഞിരുന്നു. കാടിനുള്ളിൽ ഏകദേശം 5 മണിക്കൂർ യാത്രയുള്ളതിനാൽ പ്രഭാത ഭക്ഷണം തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും കഴിച്ചു. ഇൻഫോർമേഷൻ സെൻറ്ററിന് തൊട്ടടുത്ത് കാർ പാർക്ക് ചെയ്തു. രാവിലെ 8 മുതൽ 1 മണി വരെ യാത്രക്കാരെ കടത്തിവിടുകയുള്ളൂ. ഡ്രൈവറും ഗൈഡും എല്ലാം ഒരാൾ തന്നെ. ഞങ്ങൾ 5 പേർക്കും ജീപ്പിനും എല്ലാം കൂടി 2000 രൂപയാണ് ചാർജ്. ഇടയ്ക്കിടെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നിയമപ്രകാരം ഇതുവഴി കടന്നു പോകുമ്പോൾ വണ്ടികൾ നിർത്താൻ പാടില്ല. ഏതോ ഒരു സ്വപ്നലോകത്തിൽ കൂടെയുള്ള സഞ്ചാരം പോലെയാണ് അതുവഴിയുള്ള യാത്ര എനിക്ക് തോന്നിയത്. കൂടുതൽ അകത്തേക്ക് പോകുന്തോറും കാലാവസ്ഥയിലുള്ള മാറ്റവും നന്നായി അറിയുന്നുണ്ട്. കാടിനുള്ളിലേക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട്. യാത്രക്കിടയിൽ ചെറിയ വെള്ളച്ചാട്ടവും കാണാം. ഒരു യാത്രയെക്കുറിച്ച് മനസ്സിലാലോചിച്ചപ്പോൾ എങ്ങോട്ട്, എങ്ങനെ എന്ന് കുറേ സംശയങ്ങളായിരുന്നു. മഴ വരുന്നുണ്ട് എന്നറിയിക്കാനായി ഇടയ്ക്കിടെ മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. കൂടാതെ നല്ല തണുത്ത കാറ്റുമടിക്കുന്നുണ്ട്. ഇവിടെയൊന്നും മൊബൈൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഇതുതന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ മാറ്റിവെച്ച് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു ദിവസം. ഒരു കാര്യം ഉറപ്പാണ്, പോകുന്ന വഴിക്ക് ഇനിയും നല്ല നല്ല കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. യാത്ര ചെന്നെത്തുന്നത് ഒരു വാച്ച് ടവറിനടുത്താണ്. അവിടെ കയറി നോക്കിയാൽ സൈലന്റ് വാലിയുടെ ചുറ്റും കാണാം ഒരു 360 ഡിഗ്രി വ്യൂ. ഒരേ സമയം 15 പേർക്ക് മാത്രമേ കയറാൻ അനുവാദമുള്ളൂ. മുകളിൽ കയറും തോറും വാച്ച് ടവർ കുലുങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടും. എങ്കിലും മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. വാച്ച് ടവറിന് താഴെ ഇറങ്ങിയാൽ പിന്നെ തൊട്ടടുത്ത് കാണാനുള്ള സ്ഥലം കുന്തിപ്പുഴയാണ്. ഏകദേശം 2 കിലോമീറ്റർ നടന്നാൽ കുന്തിപ്പുഴയെത്താം. പോകുന്ന വഴിക്ക് ടീ ഷോപ്പ് ഉള്ളതിനാൽ ലഘുഭക്ഷണം അവിടെ കിട്ടുന്നതാണ്. പുഴയ്ക്കു കുറുകെ ഒരു പുരാതന തൂക്കുപാലവും അവിടെ കാണാനുണ്ട്. യാത്രക്കാർക്ക് പുഴയിൽ ഇറങ്ങാനുള്ള അനുവാദമില്ല. സമയപരിധി മൂലം ഇപ്പോഴേതായാലും അവിടേക്ക് പോകുന്നില്ല. ഇവിടെ വന്ന് നിന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ശരിക്കുമൊന്ന് ഞെട്ടി. ഏഷ്യയുടെ അപ്പുറത്ത് പോയില്ലേലും വിദേശ രാജ്യങ്ങളുടെ ചിത്രങ്ങൾ എപ്പോഴും നോക്കാറുണ്ട്. അതിലെവിടെയോ കണ്ടുമറന്നൊരു സ്ഥലം. ആ സ്ഥലത്ത് സ്വപ്നത്തിൽ പോയി നിൽക്കുന്ന പോലെയാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഇങ്ങനെയൊരു കാഴ്ച ഇവിടെ നിന്ന് ഉറപ്പായും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാനിതിന് മുകളിൽ കയറിയത്. ആ പ്രതീക്ഷ എന്തായാലും തെറ്റിയില്ല. തേയിലത്തോട്ടങ്ങളും കൂറ്റൻ മലനിരകളും നിറഞ്ഞ പച്ചപ്പരവതാനികളാൽ പരന്നു കിടക്കുന്ന ഈ ഒരു കാഴ്ച ഏതൊരാളെയും ആകർഷിക്കുന്നതാണ്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിലും അപ്പുറമാണ്.